Hi dears, ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ ആയിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റ്സിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പ്ലാന്റ്സും അതുപോലെ ടോയ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ എല്ലാവരും തന്നെ ഇങ്ങനെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഞാനും കൂടെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 10 പ്ലാന്റ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ പ്ലാന്റ്സ് ഒക്കെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ലൈവ് പ്ലാന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പത്ത് പ്ലാന്റ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചാണ് തന്നിട്ടുള്ളത്. ഇത് സീഡം പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സുകളാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അതാണെങ്കിൽ 2-3 എണ്ണമൊക്കെ ഉള്ളത്. ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. പെപ്പറോമിയയുടെ ഒരു വെറൈറ്റിയാണിത്. ഇതിന് ഒരു കട്ടിങ്സാണ്, 2 കട്ടിങ്സാണ് ഇവർ വെച്ചിട്ടുള്ളത്. ഇതൊരു അലുമിനിയം ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് പൊതിഞ്ഞാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. പെപ്പറോമിയ പ്ലാന്റ്. സീഡം പ്ലാന്റിൻ്റെ അത് കവറിൽ നിന്ന് ചാടിപ്പോയതാണ്. അടുത്ത പ്ലാന്റ് ഇത് കലാത്തിയയുടെ ഒരു വെറൈറ്റിയാണ്. കലാത്തിയ ഒരു വെറൈറ്റിയാണ്, നല്ലൊരു പ്ലാന്റാണിത്. ഇതും ഒരു പോത്തോസാണ്. ഇത് നിയോൺ പോത്തോസാണിത്. നിയോൺ പോത്തോസിൻ്റെ ഒരു ചെറിയ, ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ്. റൂട്ടഡ് പ്ലാന്റ് ആണിത്. ഇത് മാർബിൾ പോത്തോസ് ആണ്. ഇതിൻ്റെ ഒരു കട്ടിങ്സ് ആണ് വെച്ചിട്ടുള്ളത്. റൂട്ടഡ് ആയിട്ടുള്ളൊരു കട്ടിങ്സ് ആണ് മാർബിൾ പോത്തോസ്. ഇത് പെപ്പറോമിയ ആണ്. പെപ്പറോമിയയുടെ ഒരു വെറൈറ്റി ആണിത്. ഇതൊരു ചെറിയ ഒരു തൈയാണിത്. ഇത് സിൽവർ പോത്തോസ് ആണ്. സിൽവർ പോത്തോസ് നല്ല വലിയ ലീഫൊക്കെയാണ് ഇതിൻ്റെ. ഇതിൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിരുന്നിട്ട് കിട്ടാത്തൊരു പ്ലാന്റ് ആണ്. ഫിലോഡെൻഡ്രൻ ബേൾമാക്സ് ആണിത്. ഇതിൻ്റെ ഇല ചെറുതായിട്ട് മഞ്ഞപ്പ് ഉണ്ട്. ഒരു ഇല ചെറുതായിട്ട് കീറിയതാണ്. ഇതിപ്പോൾ ഞാൻ പിടിച്ചപ്പോൾ ജസ്റ്റ് കീറിപ്പോയതാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ഇത് മോൺസ്റ്ററയുടെ ഒരു ചെറിയൊരു തൈയാണ്. മോൺസ്റ്ററ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണിത്. ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ഒരുവിധം ഈ പ്ലാന്റ് ഇപ്പോൾ ഒരു കവറിലാക്കി അവരിങ്ങനെ പാക്ക് ചെയ്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ മണ്ണൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ കവറൊക്കെ നന്നായിട്ട് സേഫായിട്ട് ഒട്ടിച്ചൊക്കെയാണ് ഇവർ പാക്ക് ചെയ്ത് വിട്ടിട്ടുള്ളത്.
ഇതിൽ കുഴപ്പമില്ലാത്ത പാക്കിംഗ് ഒക്കെയാണ്. പ്ലാന്റ് ഒരുവിധം ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പ്ലാന്റ് ഇവിടെ വരാനായിട്ട് 2 ദിവസം എടുത്തു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം അത് പ്ലാന്റ്സിനുണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്ലാന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണിത്, ഇംഗ്ലീഷ് ഐവി. അപ്പോൾ ഞാനിവിടെ നഴ്സറിയിലൊന്നും അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ചെറിയ ഇതൊന്നും കിട്ടിയില്ല. ഭയങ്കര വിലയാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റ് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായില്ല, ഒത്തിരി സന്തോഷമായി. പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പാക്ക് ചെയ്ത് വന്നപ്പോൾ ഒടിഞ്ഞതായിരിക്കും. എന്നാലും കുഴപ്പമില്ല, പ്ലാന്റ് ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയത് 10 പ്ലാന്റിന് 670 രൂപയാണ് എനിക്കായത്. പിന്നെ ഒരു 80 റുപ്പീസ് കൊറിയർ ചാർജും ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 പ്ലാന്റിന് 670 രൂപ എന്ന് പറയുമ്പോൾ അത് അത്ര മോശമല്ല, ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ കട്ടിങ്സുകളാണ് കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നഴ്സറിയിലോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കട്ടിങ്സുകളായിട്ടൊന്നും കിട്ടില്ലല്ലോ. വലിയൊരു പോട്ടിലൊരു വലിയ ചെടിയായിട്ടൊക്കെ കിട്ടുള്ളൂ. അതിനാണെങ്കിൽ 200 തൊട്ട് 500ഉം 700ഉം ഒക്കെ അങ്ങനെ ആ ഒരു റേറ്റിലൊക്കെയാണ് പ്ലാന്റ്സിന് വില വരുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്സുകളായിട്ട് ചെറിയ വിലയ്ക്ക് കിട്ടുമ്പോൾ അത് ലാഭമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള പ്ലാന്റ്സിന് 60-70 ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കോഴിക്കോടുള്ള സഫ്ന എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്താടെ കയ്യിൽ നിന്നാണ് ഈ പ്ലാന്റ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.